നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കണോ, അല്ലെങ്കിൽ ഇപ്പോൾ അഭിനയിക്കുന്നവർക്ക് നല്ല നല്ല വേഷങ്ങൾ കിട്ടണോ? ഇതൊക്കെ വേണമെങ്കിൽ കൃപാസനം പള്ളിയിൽ പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് നടി ആശ അരവിന്ദ് പറയുന്നത്. തന്നെ നാടൻ കഥാപാത്രങ്ങളിലൂടെയാണ് ആശ അരവിന്ദ് എന്ന കലാകാരിയെ മലയാളി പ്രേക്ഷകർ ഓർത്തിരിക്കുന്നത്. സിനിമയിലൂടെയും സീരിയലുകളിലൂടെയും പരസ്യചിത്രങ്ങളിലൂടെയും എല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് ആശ അരവിന്ദ്. മിനി സ്ക്രീനിലും വെള്ളിത്തിരയിലും ഒരുപോലെ തിളങ്ങുന്ന ആശയെ സിനിമയിലൂടെ അല്ല ആളുകൾ കൂടുതലും അറിഞ്ഞത് അത് പരസ്യ ചിത്രങ്ങളിലൂടെയായിരുന്നു. സാക്ഷാൽ MS ധോണിക്കൊപ്പവും ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി അമിതാഭ് ബച്ചനൊപ്പവും വരെ ആശ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ സജീവമായ ആശയുടെ ഏറ്റവും പുതിയ വീഡിയോയും അതിൽ ആശ പറഞ്ഞ ചില കാര്യങ്ങളുമാണ് വൈറലായി മാറിയിരിക്കുന്നത്. ആലപ്പുഴയിലെ കൃപാസനം ധ്യാന കേന്ദ്രത്തെക്കുറിച്ചും അവിടെ നിന്നും തനിക്കുണ്ടായ അനുഭവങ്ങളും ആശ അരവിന്ദ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നു. 18 വർഷമായി ഒമാനിലാണ് താനെന്നും മോളുടെ പഠിത്തം കാരണം ഇപ്പോൾ നാട്ടിലുണ്ടെന്നും ആശ പറയുന്നു. എങ്കിലും കുറച്ച് അവധി കിട്ടിയാൽ താൻ ഒമാനിലേക്ക് പോകും. ഈ പോയി വരവൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അല്ലാത്ത സമയത്ത് മോൾക്ക് സ്കൂൾ ഉള്ളത് കൊണ്ട് നല്ല തിരക്കായിരിക്കുമെന്നും ആശ പറയുന്നുണ്ട്. മുൻപ് താൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ഇല്ല എന്നും ആശ പറയുന്നു. തന്റെ 2-3 സിനിമകൾ ഇറങ്ങാനുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു. ഡോക്ടർ ഗംഗാധരൻ സാറിന്റെ ഒരു ബയോപിക് ഇറങ്ങാനുണ്ട്. ഫീനിക്സ് എന്ന സിനിമ ഇറങ്ങി. ന്യൂ ഇയർ ആയിട്ട് കുറച്ചുകൂടി ഡിസിപ്ലിൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് തനിക്കുണ്ട് എന്നും അല്ലാതെ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല എന്നും താൻ വളരെ ഹോംലി ആയിട്ടുള്ള ഒരാളാണെന്നും ഇത്രയും നാളും ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടായിരുന്നുവെന്നും ആശ പറയുന്നു. എന്നാലും കൃത്യസമയത്ത് എഴുന്നേൽക്കണം, എല്ലാ വർക്കുകളും ചെയ്യണം, അങ്ങനെ ഒരു ഡിസിപ്ലിനാണ് തനിക്കിനി ഉണ്ടാക്കേണ്ടത്. പിന്നെ എല്ലാവർക്കും നന്മ വരാൻ പ്രാർത്ഥിക്കും. അതാണ് തന്റെ മെയിൻ കാര്യം. താൻ ഭയങ്കര ദൈവവിശ്വാസിയാണെന്നും മദർ മേരിയാണ് ഇഷ്ടപ്പെട്ട ദൈവമെന്നും ആശ പറയുന്നു. പള്ളിയിൽ പോകാറുണ്ട്. കൃപാസനത്തിന്റെ ഭയങ്കര ഭക്തയാണ് താൻ. തനിക്ക് കൃപാസനം അമ്മയെ നല്ല വിശ്വാസമാണ്, നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. അവിടുത്തെ ഒരാളെ പോലെ തന്നെയാണ് അവിടെ ചെല്ലുമ്പോൾ തോന്നുന്നത്. തന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് എന്നും ആശ പറയുന്നു. ഏറ്റവും വലിയ അത്ഭുതം പ്രളയശേഷം ജലകന്യക എന്ന സിനിമയായിരുന്നു. അത് തനിക്ക് അവിടെ പ്രാർത്ഥിച്ചു കിട്ടിയതാണ് എന്നാണ് ആശ പറയുന്നത്. ആ സിനിമയുടെ പോസ്റ്ററിന് കൃപാസനത്തിലെ മാതാവുമായിട്ട് ഒരുപാട് സാമ്യമുണ്ടെന്നും അതൊട്ടും പ്രതീക്ഷിക്കാതെ തനിക്ക് കിട്ടിയതാണെന്നും ആശ അരവിന്ദ് കൂട്ടിച്ചേർത്തു. താൻ പണ്ടേ സ്പിരിച്വലി സ്ട്രോങ് ആയ ആളാണ്. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ്. താൻ അതിന്റെ കൂടെ യോഗയൊക്കെ ചെയ്യാറുണ്ട്. എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ആശ അരവിന്ദ് വ്യക്തമാക്കിയത്. മുൻപൊരിക്കൽ കൃപാസനത്തെക്കുറിച്ചും അവിടെ നിന്നും തനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും സംസാരിച്ചതിന്റെ പേരിൽ സീരിയൽ സിനിമാ താരം ധന്യ മേരി വർഗീസ് ഏറെ നാൾ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെയാണ് കൃപാസനത്തെക്കുറിച്ച് സംസാരിച്ച് നടി ആശ രംഗത്തെത്തിയിരിക്കുന്നത്. അരികെ എന്ന ചിത്രത്തിലൂടെ 2012 ആശയുടെ സിനിമാ ലോകത്തേക്കുള്ള അരങ്ങേറ്റം. പിന്നീട് ഫ്രൈഡേ, അന്നീം റസൂലും, ലോക്പാൽ, വേഗം, കുംഭസാരം, കട്ടപ്പനയിലെ ഋതിക് റോഷൻ, പുള്ളിക്കാരൻ സ്റ്റാറ, മേരാ നാം ഷാജി, ദി ഗ്രേറ്റ് ഫാദർ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ചെറുതാണെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്ത നടിയാണ് ആശ. നടിയുടെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ അജു വർഗീസ് പ്രധാന കഥാപാത്രമായി എത്തിയ ഫീനിക്സ് ആണ്. OTT പ്ലാറ്റ്ഫോമിൽ അടുത്തിടെ സ്ട്രീം ചെയ്തു തുടങ്ങിയ ഫീനിക്സിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. ഒരു കന്യാസ്ത്രീയുടെ വേഷത്തിലാണ് ഫീനിക്സിൽ ആശ അഭിനയിച്ചത്. അതിനു മുൻപ് സന്തോഷം, ലളിതം സുന്ദരം എന്നീ സിനിമകളിൽ ആശ ചെയ്ത കഥാപാത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.